ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ എങ്ങനെ ഓപ്പൺ ചെയ്യുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒക്കെ നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് സെഷനിൽ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെബ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ഈ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ബ്രൗസറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ കേസിൽ ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുള്ളത് ക്രോമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് keyboard.com എന്ന് പറയുന്ന ഡൊമൈൻ എൻ്റർ ചെയ്യാണ്. അങ്ങനെ ഡൊമൈൻ എൻ്റർ ചെയ്തു. ഒരു ഫ്രഷ് ആയിട്ട് ഞാനൊരു ബ്രൗസർ ഒന്നുകൂടെ ഓപ്പൺ ചെയ്യാം. അപ്പം നമുക്കറിയാം, ഇൻകോഗ്നിറ്റോ വിൻഡോ ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഒരു പുതിയ റിക്വസ്റ്റ് ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. നോർമൽ ബ്രൗസറിലാണെങ്കിലും സെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പുതിയ ഫ്രഷ് റിക്വസ്റ്റ് ആയിട്ടാണ് സെർവറിൽ പോവാം. എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, അപ്പം ഞാനിവിടെ ഡൊമൈനിൽ വന്നിട്ട് keyboard.com എന്നുള്ളത് ഞാൻ ടൈപ്പ് ചെയ്തു. എന്നിട്ട് എൻട്രി കീ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ, ഫസ്റ്റ് സെഷനിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ, ഇവിടുന്ന് ബ്രൗസറിൽ നിന്ന് സെർവറിലോട്ട് റിക്വസ്റ്റ് പോകുന്നു. സെർവറിൽ നിന്ന് റെസ്പോൺസ് തിരിച്ചു വരുന്നു. ഇങ്ങനെ റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ, റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HTML-ഉം CSS-ഉം ഇമേജസും ടെക്സ്റ്റും വീഡിയോസും അങ്ങനെയുള്ള ഒരുപാട് കണ്ടൻറ്റാണ് നമുക്ക് തിരിച്ചു വരുന്നത്. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വീഡിയോ റൺ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, ഇവിടെ ഒരുപാട് ടെക്സ്റ്റ് ഉണ്ട്, പിന്നെ ഇമേജസ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കണ്ടൻറ്റ് നമുക്കിതിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്നത്, ബ്രൗസറിൻ്റെ ഈ ഒരു പാർട്ട് നമ്മൾ വിളിക്കുന്നത് അഡ്രസ് ബാർ എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ ഡൊമൈൻ അഡ്രസ്സ് കൊടുക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് അഡ്രസ് ബാർ. പിന്നെ ഇതിൽ ബാക്ക് ബട്ടൺ ഉണ്ട്. ബാക്ക് ബട്ടൺ നമ്മൾ ലാസ്റ്റ് റിക്വസ്റ്റ് ചെയ്ത പേജിലോട്ട് തിരിച്ചു പോകും. അതേപോലെ ഫോർവേഡ് ബട്ടൺ ഉണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പോയി, എന്നിട്ട് ഇവിടെ ഞാൻ ഇപ്പം ബാക്ക് വന്നപ്പോൾ ഇതാണ് ഫസ്റ്റ് പേജ്. ഇതിൻ്റെ ബാക്കോട്ട് ഇനി ഒന്നും പോകാനില്ല. ഇതിൻ്റെ ഫോർവേഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ പേജിലോട്ട് തന്നെ ഫോർവേഡ്, നമുക്കറിയുന്ന പോലെ തന്നെ ബാക്ക്വേർഡും ഫോർവേഡും 2 ബട്ടൺസാണ്. പിന്നെ റീലോഡ് ബട്ടൺ ഉണ്ട്. റീലോഡ് ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് റിക്വസ്റ്റ് വീണ്ടും ബ്രൗസറിൽ നിന്ന് സെർവറിലോട്ട് പ്ലേസ് ചെയ്യുന്നു, സെർവറിൽ നിന്ന് റെസ്പോൺസ് റിസീവ് ചെയ്യുന്നു, എന്നിട്ട് ആ കണ്ടൻറ്റ് ഇവിടെ കാണിക്കുന്നു. അപ്പോൾ ഇത് റീലോഡ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇത് നമുക്ക് ബുക്ക് മാർക്ക് ചെയ്യാനുള്ള ബട്ടണാണ്. ഇതാണ് മെയിനായിട്ട് ഒരു ബ്രൗസറിലുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് ഡൗൺലോഡ് സെക്ഷനും അതേപോലെ പ്രിൻ്റ് ചെയ്യാനും അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഡെവലപ്പേഴ്സ് ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ വെബ് ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ക്രോമിൽ ഒരു ഡെവലപ്പർ ടൂൾസ് എന്ന് പറയുന്ന ഒരു യൂട്ടിലിറ്റി ടൂൾ അവർ ഡിഫോൾട്ടായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ബ്രൗസറിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇതെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഈ മെനു ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഇതിൽ വന്നിട്ട് മോർ ടൂൾസിൽ വന്നിട്ട് ഏറ്റവും താഴെയുള്ള ഡെവലപ്പർ ടൂൾസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ രണ്ടും ഒരേ സ്ഥലത്തോട്ട് തന്നെയാണ് എത്തുക. ഓക്കെ, അതിന് വിളിക്കുന്ന പേര് ഡെവലപ്പർ ടൂൾസ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ആ ഡെവലപ്പർ ടൂൾ എന്ന് പറയുന്നത്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. എലമെൻറ്റ്സ്, കൺസോൾ, സോഴ്സ്, നെറ്റ്വർക്ക്, ഈ ആരോ കീ നക്കി കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് ഓപ്ഷൻസ് വരും. ഈ ഒരു ടൂൾ നമ്മൾ പറയുന്നതാണ് ഡെവലപ്പർ ടൂൾസ്. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഡെവലപ്പേഴ്സ് തന്നെയാണ്. ഓക്കെ, അതൊന്ന് നമുക്കിന്നൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതിൽ ഈ ടൂള് എനിക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റും. ബൈ ഡിഫോൾട്ട് റൈറ്റ് സൈഡിലാണ് വന്നിട്ടുള്ളത്. എനിക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഡോക്ക് സൈഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഡോക്ക് സൈഡ് എന്നുള്ളത് ബോട്ടം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൂള് ബോട്ടത്തിൽ പോയിട്ട് നിൽക്കും. അതേപോലെ ഈ ഡോക്ക് സൈഡ് കിട്ടാൻ ഈ റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ടാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഞാൻ ഇതിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലെഫ്റ്റിലോട്ട് ഡോക്ക് ചെയ്യും. ഇത് അൺഡോക്ക് ഇൻറ്റു സെപ്പറേറ്റ് വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു ടൂള് സെപ്പറേറ്റ് വിൻഡോയിൽ ഓപ്പൺ ആവും. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് നമുക്കതിൽ ഡോക്കിങ്ങിനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ഉള്ളത്. ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെനുവിന്ന് പോകാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ഇൻസ്പെക്ട് എടുക്കാൻ പറ്റും. രണ്ടും ഒരു ഓപ്ഷൻ തന്നെയാണ്. ഞാനിവിടെ ഇതിനെ വീണ്ടും ഇതിൻ്റെ താഴോട്ട് തന്നെ ഞാൻ ഡോക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ താഴെ കൊണ്ടുവന്നിട്ട് ഡോക്ക് ചെയ്തു. ഇനി എനിക്കിവിടെ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എലമെൻറ്റ്സ്, കൺസോൾ, നമ്മൾ കുറച്ചെണ്ണം കവർ ചെയ്യും. ഞാനിവിടെ ഈ വാട്ട്സ് ന്യൂ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷന് ഞാൻ തൽക്കാലം ക്ലോസ് ചെയ്യാണ്. ഓക്കെ, നമുക്കിതിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ
നിങ്ങൾ ഈ നോക്കിക്കഴിഞ്ഞാൽ ഈ എലമെൻറ്റ്സ് എന്ന് പറയുന്നതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ നമ്മൾ കാണുന്നത് HTML പേജാണ്. ഇവിടെ നമ്മൾ ഈ കാണുന്ന കണ്ടന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള HTML പേജാണ് ഇത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇതിലുള്ള എലമെൻറ്റ്സിന് അല്ലെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് സോഴ്സ് കോഡും കാണാനുള്ള ഒരു ഓപ്ഷനാണ് ഈ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമുക്കിവിടെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതേപോലെ കണ്ടന്റിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓരോരോ സെക്ഷനും ഓരോരോ കോഡും നമുക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് നോക്കാൻ പറ്റും ഇതെങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ എലമെൻറ്റ്സ് എന്നുള്ളത് നമ്മൾ HTML കാണാനുള്ള ഓപ്ഷനാണ്. HTML കാണാൻ വേണ്ടി നമുക്ക് ഈ ഡെവലപ്പർ ടൂൾസ് തന്നെ എടുക്കണം എന്നില്ല. ഞാൻ തൽക്കാലം ഡെവലപ്പർ ടൂൾസ് ക്ലോസ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ഇതിൽ നമുക്ക് ഈ ഇൻസ്പെക്ടറിൻ്റെ തൊട്ട് മേലെ വ്യൂ പേജ് സോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ വ്യൂ പേജ് സോഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ടാബിൽ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് HTML നമുക്ക് കാണാൻ പറ്റും. എക്സ്പാൻഡ് ചെയ്ത രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. കംപ്ലീറ്റ് HTML നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു HTML ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഈ ഒരു ഫസ്റ്റ് ഹോം പേജ്, ഈ ഹോം പേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് UI ഡെവലപ്പർ ഉപയോഗിക്കുന്ന ഏറ്റവും മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി എന്ന് പറയുന്നത് HTML-ഉം CSS-ഉം ജാവാസ്ക്രിപ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഹോം പേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള കംപ്ലീറ്റ് HTML നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, ഇതിൽ വ്യൂ പേജ് സോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള കംപ്ലീറ്റ് സോഴ്സ് കോഡും കംപ്ലീറ്റ് HTML-ഉം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ ഇൻസ്പെക്ട് കൊടുത്ത് അല്ലെങ്കിൽ മെനുവിൽ പോയിട്ട് ഡെവലപ്പർ ടൂൾസ്, അത് ടൂളിൻ്റെ പേര് പ്രത്യേകം ഓർമ്മിക്കണം. നമ്മളതിനെ ഡെവലപ്പർ ടൂൾസ് തന്നെയാണ് വിളിക്കുക. അപ്പോൾ ഡെവലപ്പർ ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻസ്പെക്റ്റോ അല്ലെങ്കിൽ മോർ ടൂൾസിൽ വന്നിട്ട് ഡെവലപ്പർ ടൂൾസ് എടുക്കുന്നതോ രണ്ടും വരുന്നത് ഡെവലപ്പർ ടൂൾസ് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ കാണുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ വ്യൂ പേജ് സോഴ്സ് എടുത്ത പോലെ തന്നെയുള്ള ഫുൾ HTML നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇവിടെ നമ്മൾ വേറെ 2 ബട്ടൺസ് കാണുന്നുണ്ട്. ഓക്കെ, ഇതിൽ രണ്ടാമത്തെ ബട്ടൺ ആദ്യം നമുക്ക് നോക്കാം. ടോഗിൾ ഡിവൈസ് ടൂൾ ബാർ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ഡിവൈസ് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ഓരോരോ ഡിവൈസിലും എങ്ങനെയാണ് ലുക്ക് എന്നുള്ളത് നമുക്ക്, അല്ലെങ്കിൽ ലുക്ക് ആൻഡ് ഫീൽ എങ്ങനെ വരുന്നത് എന്നുള്ളത് നമുക്കൊരു ഡെവലപ്പർക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഈ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് അത് എനിക്ക് ഓണും ഓഫ് ആക്കാൻ പറ്റും. ഓൺ ആണെങ്കിൽ ബ്ലൂ കളർ ആയിട്ടുണ്ടാവും. എനിക്കിവിടെ വന്നിട്ട് ഏതാണ് ഡിവൈസ്, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ iPhone 12 Proയിൽ എൻ്റെ ഈ വെബ്സൈറ്റ്, കീബോർഡ് വെബ്സൈറ്റ് എങ്ങനെയാണ് ലുക്ക് ചെയ്യുക എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് കണ്ടന്റ് എല്ലാം താഴെയായിട്ട് വന്നു. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന കാർഡുകൾ, മിഷൻ എല്ലാം ഇപ്പോൾ ഒന്നിൻ്റെ താഴെ എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ നാവിഗേഷൻ മെനു എല്ലാം ഈ ഒരു ഹാംബർഗർ മെനുവിൻ്റെ ഉള്ളിലോട്ട്, അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ഡൗൺ മെനുവിൻ്റെ ഉള്ളിലോട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെ അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഓരോരോ ഡിവൈസിലും എങ്ങനെ ലുക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതേപോലെ നമുക്ക് ഐപാഡിലും ആണെങ്കിൽ അങ്ങനെയും ടെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ടാബ്ലറ്റിലാണെന്നുണ്ടെങ്കിൽ അതും ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഡിവൈസിൽ നമുക്ക് ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഡിഫറെൻറ്റ് ഡിവൈസിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ വെബ്സൈറ്റ് ഓരോരോ ഡിവൈസിലും എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പം ചെയ്തത് ഡെവലപ്പർ ടൂൾസ് എടുത്തിട്ട് ഈ ടോഗിൾ ഡിവൈസ് ടൂൾ ബാർ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് ഡിവൈസിൽ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ഡിവൈസിൽ കാണുന്ന ഓപ്ഷൻ മാത്രമല്ല, ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ഡിവൈസ് ഇപ്പോൾ ഒരു ഓഫ്ലൈൻ ആണെങ്കിൽ, ഡിവൈസ് ഓഫ്ലൈൻ ആണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് എങ്ങനെ കാണുന്നുള്ളത്, എനിക്കതിനെ ഓഫ്ലൈൻ ആക്കിയിട്ട് ഞാൻ അതിനെ റീലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോ ഇൻ്റർനെറ്റ് എന്നുള്ള ഈ ഒരു മെസ്സേജാണ് കാണുക. ഇങ്ങനെ തന്നെയാണ് യൂസർ കാണുക. യൂസർ എങ്ങനെയാണോ കാണുക അതന്നെയാണ് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. ഇത് ഐപാഡ് മിനിയിലാണ് ഇങ്ങനെ കാണുന്നുണ്ടാവുക. അതേപോലെ ഒരു ലോ എൻഡ് മൊബൈലിലാണെങ്കിൽ, കുറച്ച് കോൺഫിഗറേഷൻ കുറവുള്ളൊരു മൊബൈലിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ് ഇതിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കറിയാം കുറച്ചും കൂടെ ടൈം എടുക്കുന്നുണ്ടാവും. ഓരോരോ ടൈമും എത്ര ടൈം എടുക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കാരണം അത് കോൺഫിഗറേഷൻ കുറവുള്ള മൊബൈലാണ്, അതുകൊണ്ട് തന്നെ അത് കുറച്ച് ടൈം എടുക്കുന്നുണ്ടാവും. ഓക്കെ, ഇനി ഒന്നും റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാതെ
നമുക്ക് ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷനും നോ ത്രോട്ടിലിംഗ് എന്ന് പറയുന്ന ഓപ്ഷനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വേറെ ഒന്നുള്ളത് നമുക്ക് ഇവിടെ ഇതിനെ ടേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ടാബ് തിരിച്ചു പിടിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇപ്പം ഫോണാണെന്നുണ്ടെങ്കിൽ ഞാൻ ഐഫോൺ 12 Pro ആണ്, എന്നിട്ട് എനിക്ക് ഇതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതേപോലെ ടേൺ ചെയ്തിട്ട് സാധാരണ നമ്മൾ മൊബൈൽ ലാൻഡ്സ്കേപ്പ് മോഡിൽ എടുത്തിട്ട് കാണുന്ന പോലെയും എനിക്ക് കാണാൻ പറ്റും. എന്നിട്ട് അതിൽ എനിക്ക് കാണാം എങ്ങനെയാണ് കണ്ടന്റ് വരുന്നത് എന്നുള്ളത് എനിക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്ഷന്, രണ്ടാമത്തെ ബട്ടൺ ടോഗിൾ ഡിവൈസ് ടൂൾ ബാർ എന്ന് പറയുന്ന ഓപ്ഷന് നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷന് ഡിഫറെൻറ്റ് ഡിവൈസിൽ എങ്ങനെ കാണും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് ഇത്. ഓക്കെ, ഞാനിത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ടൂൾ ബാർ പോയി. ടോഗിൾ ഡിവൈസ് എന്ന് പറയുന്ന ഡിവൈസ് കാണാൻ, ഡിഫറെൻറ്റ് ഡിവൈസിൽ കാണാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് പോയി. ഓക്കെ, പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത് സെലക്ട്, ഈ ഫസ്റ്റത്തെ സെലക്ട് ബട്ടണാണ്. ഇതിൽ നമുക്കറിയാം ഈ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിലോട്ടുള്ള ഒരു ആരോ എന്നുള്ള രീതിയിലാണ് ഇതുണ്ടാവുക. ഇവിടെ നമുക്ക് രണ്ടാമത്തെ ഡിവൈസ് ഓപ്ഷൻസ് കാണാനുള്ളത് നമുക്ക് ഡിവൈസിൻ്റെ സിമ്പിൾ തന്നെയാണുള്ളത്. അപ്പോൾ ഈ ഒരു ഓപ്ഷന് സെലക്ട് ആൻ എലമെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഇതിലുള്ള നമ്മൾ ഏത് കോഡും, ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള പീപ്പിൾ ലവേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റിൻ്റെ മേലെ ഞാൻ കൊണ്ടുവന്നിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എലമെൻറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ ഈ ഒരു ടെക്സ്റ്റിന് വേണ്ടിയുള്ള HTML നമുക്ക് കറക്റ്റായിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് ലൊക്കേറ്റ് ചെയ്യും. എനിക്ക് ഈ കണ്ടന്റ് ഇവിടെ പിന്നെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഈ കാണുന്ന ടെക്സ്റ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു H2 ക്ലാസ് ഈക്വൽ ടു ക്ലാസ് ഇങ്ങനത്തെ ഈ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ഒരു ലുക്ക് ആൻഡ് ഫീലിലുള്ള ടെക്സ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനത്തെ ഈ ഒരു ലുക്ക് ആൻഡ് ഫീലിലുള്ള ടെക്സ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു കോഡാണ്. അപ്പം ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഈ സെലക്ട് ബട്ടൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള ഏത് കണ്ടന്റിൻ്റെ മേലെ വേണമെങ്കിലും, ഇപ്പം ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ ബ്ലൂ കളർ ആണെങ്കിൽ അത് ഓൺ ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, കർസർ കൊണ്ടുപോകുന്ന സമയം തന്നെ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു കളർ ചേഞ്ചും കാര്യങ്ങളെല്ലാം ഏതിലാണ് ഫോക്കസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇനി ഞാനിതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെലക്ട് ചെയ്തത് ഇവിടെ സെലക്ഷൻ പോയി. അതിൻ്റെ കൂടെ തന്നെ ഈ എലമെൻറ്റ്സ് ടാബിൻ്റെ ഉള്ളിൽ ആ ഒരു പെർട്ടിക്കുലർ കോഡിൻ്റെ കറക്റ്റ് അത് ലൊക്കേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇനി ഞാൻ അതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കണ്ടൻറ്റ് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ വിത്ത് ദെയർ ഔട്ട്സ്റ്റാൻഡിങ് ആ ഒരു കറക്റ്റ് ലൈൻ തന്നെയാണ് നമ്മൾ പോയി നിൽക്കുന്നത്. ഇവിടെ പിന്നെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് സോഴ്സ് കോഡ് കാണാനും, അതേപോലെ ഈ സെലക്ട് ബട്ടൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കൺട്രോളിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ആവാം, ഇമേജ് ആവാം, എന്താണെങ്കിലും നമ്മൾ അതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ എലമെൻറ്റ്സ് ടാബിൽ വന്നിട്ട് നമുക്കതിനെ കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യും. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിലോട്ട് പോകും. നമ്മളൊരു ബുക്കിൽ ഇൻഡെക്സിലുള്ള പോലെ, ബുക്കിൽ നമ്മൾ ഇൻഡെക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷനിൽ എത്താൻ പറ്റും. അതേപോലെയാണ് നമ്മൾ എലമെൻറ്റ്സ് എടുത്തിട്ട് നമ്മൾ ആ കറക്റ്റ് കണ്ടൻറ്റിൻ്റെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കറക്റ്റ് ലൊക്കേഷനിൽ പോയിട്ട് നിൽക്കും. ഇവിടെ നമ്മൾ ലൊക്കേഷനിൽ പോയിട്ട് നിൽക്കുന്നത് മാത്രമല്ല, എലമെൻറ്റ്സ് ടാബിൻ്റെ ഉള്ളിൽ നമുക്ക് വേറെയും ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റിൻ്റെ മേലെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ് ആസ് HTML എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ എഡിറ്റ് ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ടെക്സ്റ്റിനെ വേണമെങ്കിൽ എനിക്ക് മോഡിഫൈ ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ അതിനെ മോഡിഫൈ ചെയ്തിട്ട് ദിസ് ഈസ് സാമ്പിൾ എന്നുള്ള രീതിയിൽ ഞാനൊരു ടെക്സ്റ്റ് ആക്കിയിട്ട് മാറ്റി. എന്നിട്ട് ഞാൻ ഇത് പിന്നെ അങ്ങനെ ടെക്സ്റ്റ് ആക്കിയിട്ട് മാറ്റി. എന്നിട്ട് ഞാൻ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ആ കണ്ടൻറ്റ് മാറി, അവിടെ ഉണ്ടായിരുന്ന കണ്ടൻറ്റ് മാറിയിട്ട് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഓപ്ഷൻ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെവലപ്പർക്ക് ഇത്രയും തോന്നുന്ന ഇപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കുറച്ച് കണ്ടൻറ്റിന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ബോക്സിൽ ഒരുപാട് കണ്ടൻറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, പിന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ കളർ മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടൻറ്റ് മാറിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഇത്രയും കൂടുതൽ കണ്ടൻറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ഇതിൻ്റെ ഹൈറ്റ് ഒരുപാട് കൂടും. വിഡ്ത്ത് നമ്മൾ ഫിക്സ്ഡ് കൊടുത്തതുകൊണ്ട് തന്നെ ഹൈറ്റ് ഒരുപാട് കൂടും. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. പക്ഷേ ഇപ്പം ഇവിടെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിതിനെ റീലോഡ് ചെയ്ത് ഞാനിവിടെ എൻ്റെ ബ്രൗസറിൽ വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇത് പെർമനൻ്റ് ആയിട്ട് എവിടെയും നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടൻറ്റ് പോകും.
ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ആ കണ്ടൻറ്റ് പോയിട്ട് എന്താണോ സെർവറിൽ നിന്ന് വരുന്ന ഒറിജിനൽ കണ്ടൻറ്റ് എന്താണോ ആ ഒറിജിനൽ കണ്ടൻറ്റായിട്ട് മാറും. ഇതാണ് അതിൽ ഒറിജിനലായിട്ട് കണ്ടൻറ്റ് ഉണ്ടായിരുന്നത്, അതിൽ ആ കണ്ടൻറ്റായിട്ട് തന്നെ മാറി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിലുള്ള ഏത് കണ്ടൻറ്റിന് വേണ്ടി ഉള്ള HTML ആണെങ്കിലും നമുക്ക് അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും, എന്താണെന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. അതേപോലെ അതിലുള്ള കണ്ടൻറ്റ് ഇവിടെ വെച്ചിട്ട് നമുക്ക് മാറ്റി നോക്കാൻ പറ്റും. അത് എന്നിട്ട് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് കണ്ടൻറ്റ് വരുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്കിവിടെ റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ടെക്സ്റ്റും അതേപോലെ എഡിറ്റ് ആസ് HTML ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം നമുക്കിതിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഫസ്റ്റത്തെ 3 ഓപ്ഷൻസ് നോക്കി. ഇനി നമുക്ക് കാണാൻ പറ്റുന്ന വേറെ ഒന്നുള്ളത് കൺസോൾ എന്നുള്ളതാണ്. കൺസോൾ എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കൺസോൾ അപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഇപ്പം കൺസോൾ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള കൺസോളിൽ തന്നെ പ്രിൻ്റ് ചെയ്യുന്ന, കൺസോളിൽ തന്നെ ഇൻപുട്ട് കൊടുക്കാൻ പറ്റും, അവിടെ തന്നെ പ്രിൻറ്റും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഔട്ട്പുട്ടും കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അപ്ലിക്കേഷനാണ് നമ്മൾ കൺസോൾ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും ബ്രൗസറിൻ്റെ ഉള്ളിലുള്ള കൺസോൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഡെവലപ്പേഴ്സിന് എന്തെങ്കിലും മെസ്സേജ് ഡെവലപ്മെൻറ്റ് പർപ്പസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ കണ്ടെത്താൻ വേണ്ടി നമ്മൾ വിളിക്കുന്ന പേര് ഡീബഗിങ് എന്നാണ്. നമ്മൾ ആപ്ലിക്കേഷനിലുള്ള എന്തെങ്കിലും എററുകൾ ഉണ്ടെങ്കിൽ എന്നെ കണ്ടെത്തുന്നതിന് വിളിക്കുന്ന പേരാണ് ഡീബഗിങ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡീബഗെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ കൺസോൾ. പിന്നെ നമ്മളത് ഫ്യൂച്ചറിൽ കോഴ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് സോഴ്സസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സോഴ്സസ് എന്നുള്ളത് നമ്മുടെ വെബ്സൈറ്റ് ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കറക്റ്റ് ഫോൾഡർ സ്ട്രക്ചറിൽ തന്നെ കണ്ടൻറ്റ് കാണാനുള്ള ഓപ്ഷനാണ് നമ്മുടെ സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് WP കണ്ടൻറ്റ് ഒരുപാട് പേജസും കാര്യങ്ങളെല്ലാം ഇതിൽ നമുക്ക് കാണാൻ പറ്റും. എല്ലാം പിന്നീട് നമുക്ക് നോക്കാം. പിന്നെ കുറച്ചും കൂടെ നമുക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട വേറൊരു ടാബ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ടാബാണ്. ഓക്കെ, അപ്പോൾ ഈ നെറ്റ്വർക്ക് ടാബ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ്റെ ലൈഫ് സൈക്കിൾ പറയുന്ന സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ബ്രൗസർ ഓപ്പൺ ആക്കിയിട്ട് അതിൽ ഈ അഡ്രസ് ബാറിൽ വന്നിട്ട് ഡൊമൈൻ നെയിം എൻ്റർ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ എൻ്റർ കീ അടിക്കുന്നു. അപ്പം ഈ ബ്രൗസർ സെർവറിലോട്ട് റിക്വസ്റ്റ് അയക്കും, എന്നിട്ട് അവിടുന്ന് റെസ്പോൺസ് വരുന്നു. അങ്ങനെ റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ ബ്രൗസർ അതിനെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇതാണ് ശരിക്കും അതിൻ്റെ ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ നെറ്റ്വർക്ക് ടാബിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതെല്ലാം കാണാൻ പറ്റും. എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ഹോം പേജിന് വേണ്ടി റിക്വസ്റ്റ് അയച്ച സമയത്ത് ആ ഹോം പേജ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് ഇമേജസും ഒരുപാട് ടെക്സ്റ്റുകളും വീഡിയോയും എല്ലാം കൂടെ ഉള്ള ഒരു കണ്ടൻ്റാണ് ഹോം പേജിലുള്ളത്. അപ്പോൾ ഓരോ കണ്ടൻറ്റും ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിലുള്ള ഈ നെറ്റ്വർക്ക് ടാബിലുള്ള 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് റെക്കോർഡ് ബൈ ഡീഫോൾട്ട് ഓൺ ആയിരിക്കും. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന സെർവർക്ക് റിക്വസ്റ്റ് അയക്കുന്നതും റെസ്പോൺസ് വരുന്നതെല്ലാം ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ, അത് ബ്രൗസർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്ത് പോവുകയും ചെയ്യും. അതൊരു ടെമ്പററി റെക്കോർഡിംഗ് ആണ്. പിന്നെ നമുക്കുള്ളത് ക്ലിയർ. ഈ റെക്കോർഡിംഗ് എല്ലാം നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടെ ഫ്രഷ് ആയിട്ട് നമുക്ക് റിക്വസ്റ്റ് പ്ലേസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഇത് ക്ലിയർ ചെയ്തു ഞാൻ ഒന്നുകൂടെ റീലോഡ് ചെയ്യാണ്. അങ്ങനെ റീലോഡ് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും നമുക്ക് ഈ www.keyboard.com എന്ന് പറയുന്നതിൻ്റെ ഹോം പേജിലോട്ട് റിക്വസ്റ്റ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് തിരിച്ചു വരാൻ വേണ്ടി, റെസ്പോൺസ് സെർവർ സൈഡിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി എടുത്ത സമയം 2.4, ഏകദേശം 2.5 സെക്കൻഡാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ എസ് എന്നുള്ളതാണ് കാണുന്നത്, പക്ഷേ സെക്കൻഡിലാണ് കാണുന്നത്. അതിൻ്റെ സൈസ് 72 KB സൈസാണ്. നമുക്കറിയാം കിലോബൈറ്റ് മെഗാബൈറ്റ് എന്നെല്ലാം പറയുന്ന നമ്മൾ ഫയലിൻ്റെ സൈസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫയൽ സൈസ് എന്ന് പറയുന്നത് 72 KB ആണ്. അത് ലോഡ് ചെയ്യാൻ വേണ്ടി എടുത്ത സമയം, സെർവറിൽ നിന്ന് റിക്വസ്റ്റ് തിരിച്ചു വന്ന റെസ്പോൺസ് ഈ ബ്രൗസറിൽ കിട്ടാനെടുത്ത സമയം 2.40 സെക്കൻഡാണ്. അതേപോലെ പിന്നെ ഇതൊരു ജാവാസ്ക്രിപ്റ്റ് ഫയലാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് URL നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് പക്ഷേ ഗൂഗിൾ ടാഗ് മാനേജറിൻ്റെ സൈറ്റിൽ നിന്നുള്ളതാണ്. ഇത് ഈ സെയിം keyboard.comൻ്റെ സൈറ്റിൽ നിന്ന് തന്നെയുള്ള ഒരു CSS ഫയലാണ്. ഇതിൽ നമുക്ക് സ്റ്റൈലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ സ്റ്റൈലുള്ള CSS ഫയലാണ്. ഇത് നമ്മൾ പിന്നീട് പഠിക്കുക എന്താണെന്നുള്ളതെല്ലാം. അതേപോലെ ഒരുപാട് CSS ഫയൽസ്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഫോണ്ട് ഫയലുണ്ട്, ഐക്കൺസ് എല്ലാം ഉള്ള ഐക്കൺ ഫയലുണ്ട്. പിന്നെ അതേപോലെ ഇമേജ് ഫയലുണ്ട്. ഇതിൽ
ആൻഡ്രോയിഡിന് വേണ്ടിയുള്ള ഇമേജസ്, റെക്റ്റാങ്കിൾ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഇമേജ് ഫയൽസ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ കണ്ടൻറ്റും നമുക്ക് ലോഡ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള സമയം നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ ചിലതിന് നമ്മൾ 0 millisecond കാണുന്നുണ്ട്, എന്ന് വെച്ചാൽ ലോഡ് ചെയ്യാൻ ഒരു ടൈം എടുത്തിട്ടില്ല. അതിൻ്റെ കാരണം ഇവിടെ നമ്മൾ സൈസിൽ നോക്കുന്ന സമയത്ത് മെമ്മറി ക്യാഷ് എന്നുള്ളത് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സൈറ്റ് ഒരിക്കൽ ഞാൻ ഈ ബ്രൗസറിന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറേ സംഭവങ്ങൾ നമ്മൾ ഈ ബ്രൗസർ തന്നെ സ്റ്റോർ ചെയ്യും. അത് നമ്മൾ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട കുറേ ചെറിയ ചെറിയ ഫയൽസിനെ, ചെറിയ സൈസുള്ള ഫയൽസിനെ, അതേപോലെ കണ്ടൻറ്റിനെ നമ്മൾ ബ്രൗസറിൽ തന്നെ കീപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ബ്രൗസർ രണ്ടാമത് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്യും. അപ്പോൾ നമ്മൾ നോർമലി ആമസോണോ ഫ്ലിപ്കാർട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് വെബ്സൈറ്റ് ഒരിക്കൽ നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വിസിറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം ചിലപ്പോൾ കുറച്ച് കൂടുതൽ ടൈം എടുക്കും. പക്ഷേ പിന്നീട് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ പാർട്ട് വളരെ ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്യും. അങ്ങനെ ലോഡ് ചെയ്യാനുള്ള കാരണം കുറേ കണ്ടൻറ്റ്, ഇമേജസും അതുപോലുള്ള കുറേ കണ്ടൻറ്റ് നമ്മൾ ബ്രൗസറിൽ തന്നെ നമ്മൾ ക്യാഷ് ചെയ്യും. അതിന് നമ്മൾ വിളിക്കുന്ന പേര് മെമ്മറി ക്യാഷിങ്, അതേപോലെ ഡിസ്ക് ക്യാഷിങ് എന്നുള്ളതാണ് വിളിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റ് ആണെങ്കിൽ, ക്യാഷിംഗ് എന്ന് പറഞ്ഞാൽ ലോക്കൽ സ്റ്റോറേജിന് അല്ലെങ്കിൽ ടെമ്പററി സ്റ്റോറേജിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാഷിംഗ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാഷിങ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെമ്മറി ക്യാഷിങ്, ഡിസ്ക് ക്യാഷിങ്, ഏതെങ്കിലും രീതിയിലുള്ള ക്യാഷിങ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഇതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ കണ്ടൻറ്റും ഇതേപോലെ ഡിഫറെൻറ്റ് രീതിയിൽ ഡിഫറെൻ്റായിട്ട് ഓരോന്ന് ഇൻഡിവിജ്വലി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ചെറിയ സൈസിലുള്ള കണ്ടൻ്റ് ആണെങ്കിൽ മെമ്മറി ക്യാഷ് ചെയ്യും. അതേപോലെ ഇതൊരു വീഡിയോ അതുപോലത്തെ കണ്ടൻ്റ് ആണെങ്കിൽ, കുറച്ചും കൂടി കണ്ടന്റ് കൂടുതലുള്ള ടൈപ്പെല്ലാം ആണെങ്കിൽ നമ്മൾ ഡിസ്ക് ക്യാഷാണ് നോർമലി നമ്മൾ ചെയ്യാറുള്ളത്. നമുക്ക് ഇത് ഞാൻ ഈ അഡ്രസ്സ് ഒന്ന് കോപ്പി ചെയ്യുന്നു. ഇത് ഞാൻ ഇത് ബ്രൗസർ ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടെ ഒരു ഫ്രഷ് ആയിട്ട് ഇൻകോഗ്നിറ്റോ വിൻഡോ ഞാൻ ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് ആദ്യം വെബ്സൈറ്റ് ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതിൻ്റെ ഡെവലപ്പർ ടൂൾസ് എടുത്തു, നെറ്റ്വർക്ക് ടാബിൽ പോയി, എന്നിട്ട് ഞാനിവിടെ അഡ്രസ്സിൽ എന്നിട്ട് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കീ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള റിക്വസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാ ഇമേജസും ഇതിലൊരു ക്യാഷിങ് ഇല്ല. അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഇൻകോഗ്നിറ്റോ വിൻഡോ എടുത്തത്. ഇൻകോഗ്നിറ്റോ വിൻഡോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ക്യാഷിംഗ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഫ്രഷ് ഏറ്റവും ഫസ്റ്റ് ടൈം ലോഡ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഇൻകോഗ്നിറ്റോ വിൻഡോയിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ക്രോമിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. ഒരു നോർമൽ വിൻഡോ അല്ലാതെ ക്യാഷിങ്ങും കാര്യങ്ങളും എല്ലാം ഡിസേബിൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് റിക്വസ്റ്റിനെങ്കിലും അത് ഡിസേബിൾ ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇമേജസ് എല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഇമേജ്, ആ ഇമേജിൻ്റെ സൈസ് 5.7 KB അങ്ങനെയുള്ള എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ഇവിടെ ഈ നെറ്റ്വർക്ക് ടാബിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ .png എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഫിൽട്ടർ ഓപ്ഷനാണ്. അപ്പം PNG ഫയൽ എക്സ്റ്റൻഷനുകളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ നമുക്കിവിടെ IMG ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഇമേജ് ഫയൽസിനെയും കാണാൻ പറ്റും. ഓക്കെ, മറ്റുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ മീഡിയ സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് അതേപോലെ CSS എന്ന് പറയുന്ന ഫയൽസിനെ കാണാൻ CS സെലക്ട് ചെയ്യാം, JS സെലക്ട് ചെയ്യാം. ഓൾ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒരുമിച്ച് തന്നെ കാണാനും പറ്റും. ഇപ്പോൾ ഈ ഒരു ടാബ് നമുക്ക് വളരെ യൂസ്ഫുൾ ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് റിക്വസ്റ്റ് എന്നുള്ളതും ഓരോ റിക്വസ്റ്റിലും എന്തൊക്കെയാണ് റെസ്പോൺസ് വരുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. ഓരോന്നിൻ്റെയും സൈസ്, ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ബൈ മിസ്റ്റേക്ക് ഒരാളൊരു ഇമേജ് ഫയൽ സെർവറിലിട്ടു, ഭയങ്കര സൈസുള്ള ഒരു 10 MB സൈസുള്ളൊരു ഇമേജ് ഫയൽ, അല്ലെങ്കിൽ ഒരു 3 MB സൈസുള്ളൊരു ഇമേജ് ഫയലാണെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും കണ്ടന്റ് ലോഡ് ചെയ്യാൻ കുറേ ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഓരോന്നിനും എത്ര ടൈം എടുക്കുന്നുണ്ട്, എത്രയാണ് ഫയൽ സൈസ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ നെറ്റ്വർക്ക് ടാബ് എന്ന്, ഡെവലപ്പർ ടൂൾസിലുള്ള നെറ്റ്വർക്ക് ടാബ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ നെറ്റ്വർക്ക് ടാബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കിയിട്ടുള്ളത്. ഡെവലപ്പർ ടൂൾസ് എന്താണെന്നുള്ളത് നോക്കി, എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യാന്നുള്ളത് നോക്കി, പിന്നെ അതിലുള്ള സെലക്ട് ഓപ്ഷൻ നോക്കി, ഡിവൈസിൽ ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നോക്കി, എലമെൻറ്റ്സ് നോക്കി, കൺസോൾ നോക്കി, നെറ്റ്വർക്ക് ടാബ് നോക്കി. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ളത്. ഓക്കെ.